ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ പ്രാദേശിക യുദ്ധമുണ്ടാകുമെന്ന് ഖമൈനി യുഎസിന് മുന്നറിയിപ്പ് നൽകി. തന്റെ രാജ്യത്തിന്റെ എണ്ണ പ്രകൃതിവാതക സ്രോതസ്സുകൾ പിടിച്ചെടുക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നതായും ഇറാന്റെ പരമോന്നത നേതാവ് ആരോപിച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിൽ സൈനിക സന്നാഹങ്ങൾ ഒരുക്കുകയാണ്. തന്റെ രാജ്യത്തിനെതിരായ ഏതൊരു ആക്രമണവും ഒരു പ്രാദേശിക യുദ്ധത്തിന് കാരണമാകുമെന്ന് ഇറാൻ നേതാവ് അലി ഖമേനി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഇത്തവണ അവർ ഒരു യുദ്ധം തുടങ്ങിയാൽ അത് പ്രത്യാക്രമണത്തിൽ തന്നെ കലാശിക്കുമെന്ന് സുന്ദയിൽ ടെഹ്റാനിൽ നടന്ന പരിപാടിയിൽ ഖമേനി പറഞ്ഞു. 1979 ഫ്രാൻസിലെ പ്രവാസത്തിൽ നിന്ന് അയത്തുള്ള റൂഹുള്ള ഖൊമേനി ഇറാനിലേക്ക് മടങ്ങിയതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഒത്തുകൂടിയ വലിയ ജനക്കൂട്ടത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനെയും അതിന്റെ വിശാലമായ എണ്ണ പ്രകൃതിവാതക സ്രോതസ്സുകളെയും വിഴുങ്ങാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്ന് ഖമേനി പറഞ്ഞു. അടുത്തിടെ നടന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തിനിടെ സംഭവിച്ചത് ഒരു അട്ടിമറിക്ക് സമാനമാണെന്നും ഖമേനി പറഞ്ഞു. ഇതിനിടെ യൂറോപ്യൻ യൂണിയനിലെ സൈന്യങ്ങളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ച് ഇറാൻ പാർലമെന്റ് തിരിച്ചടിച്ചു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ യൂറോപ്യൻ യൂണിയൻ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന്റെ പിന്നാലെയാണ് ഈ നീക്കം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് സമീപം വൻ നാവിക സന്നാഹത്തെ വിന്യസിച്ചതോടെയാണ് മേഖലയിൽ അസ്വാരസ്യങ്ങൾ മൂർച്ഛിച്ചത്. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർക്കെതിരെയുള്ള നടപടികൾ നിർത്തണമെന്നും ആണവ കരാറിന് ഇറാൻ തയ്യാറാകണമെന്നുമാണ് ട്രംപിന്റെ ആവശ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.